നമുക്ക് പാലയുടെ മേളയിൽ പോയല്ലോ. 6:30 ആയപ്പോൾ നമ്മളവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ബലൂണും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ക്രോസ് ചെയ്ത് അപ്പുറത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. പൂക്കൾ, അത് വെറും പ്ലാസ്റ്റിക് പോകാണ് കേട്ടോ. പിന്നെ നമ്മൾ യഥാർത്ഥത്തിലുള്ള ഗാർഡനിലേക്ക് പോയി. പിന്നെ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ നേരെ അകത്തോട്ട് കയറി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് എനിക്കൊരു കൊലുസ് വാങ്ങിച്ചിട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു സ്വർണ്ണ കൊലുസ് കണക്ക് ഇരിക്കുന്നൊരു കൊലുസാണ്. പിന്നെ അതൊക്കെ വാങ്ങിച്ചതിന് ശേഷം നമ്മൾ മുകളിലോട്ട് പോയിട്ടു. എന്തൊരാളായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ആ കാത്തോട്ട് കയറി. പിന്നെ കണ്ടത് ഒരു ആകാശം പൊങ്ങി നിൽക്കുന്ന ഈ ഒരു ജയിൻ്റ് വീലായിരുന്നു. പിന്നെ അതാ ഇതിൽ കിടന്ന് പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് വിളിക്കുന്ന കാണാൻ നല്ല രസമാട്ടോ. അങ്ങനെ അതൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ നേരെ അങ്ങ് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ ഗോസ്റ്റ് ഹൗസിൽ നല്ല ആളായിരുന്നു. പിന്നെ അവിടെയൊക്കെ കയറിയതിന് ശേഷം നമ്മൾ തിരിച്ചറിയാം. അവിടുത്തെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ പായസം ഇടയിൽ പോയി. എനിക്ക് കടലപ്രഥമനായിട്ട് ഇഷ്ടം. അതുകൊണ്ട് ഞാനൊരു കടലപ്രഥമം വാങ്ങിച്ചു കുടിച്ചതിന് ശേഷം നേരെ മുകളിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് ബാഗിൻ്റെ സെക്ഷനും പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടാണ് ഈ മെർമെയ്ഡ്. അവിടെ കയറാൻ സമയമില്ലായിരുന്നു കേട്ടോ. സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ നേരെ അതിൻ്റെ വിഷമത്തിതാ ഈ ഒരു കോളിഫ്ലവറിൻ്റെ സാധനവും പിന്നെ ഒരു ചൈനീസ് നൂഡിൽസും വാങ്ങിച്ച് കഴിച്ചു കേട്ടോ. അതെന്ത് സംഭവം ഒന്നും അറിയില്ല. ഇന്നലെ ഒരു തരം നൂഡിൽസാണ് കേട്ടോ. പിന്നെ അതിനുശേഷം നമ്മളിതാ കപ്പിൻ്റെ സെക്ഷനിലോട്ടൊക്കെ വന്നു. മലബാറും കോഴിക്കോടും ഹൽവയും എല്ലാം ഉണ്ടായിരുന്നു. അതൊന്നും വാങ്ങിയില്ല കേട്ടോ. എനിക്ക് അത്ര ഇഷ്ടമൊന്നുമില്ല അതിലൂടെ. പിന്നെ നമ്മളിതാ പിന്നെ മുകളിലോട്ട് പോയിട്ടുണ്ട്. പാത്രങ്ങളുടെ സെക്ഷൻ. വീട്ടുകാർ പിന്നെ പാത്രങ്ങളാണല്ലോ. അതിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ പാത്രങ്ങളൊക്കെ വാങ്ങിച്ചതിന് ശേഷം നമ്മളിത് അവിടെ വെയിറ്റ് ചെയ്തു. പിന്നെ ഞാനൊരു നെല്ലിക്ക വാങ്ങിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നെല്ലിക്ക. അതുകൊണ്ട് തന്നെ ഒരു നെല്ലിക്കയുടെ കവർ വാങ്ങിച്ചു. 40 രൂപയായിരുന്നു. പിന്നെ അതൊക്കെ വാങ്ങിച്ചതിന് ശേഷം കപ്പലണ്ടി വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പോൾ ഇത്രയേ ഉള്ളൂ.